ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തി തിരുവനന്തപുരം മണ്ഡലവും 66.43% പേരാണ് ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയത്. 1.5 മാസം നീണ്ട പ്രചാരണ ഘട്ടത്തിലെ അതേ ആവേശം തന്നെയായിരുന്നു വോട്ടെടുപ്പ് ദിവസവും വോട്ടർമാരിൽ കണ്ടത്. വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിലും വോട്ടർമാരുടെ വൻ ഒഴുക്കായിരുന്നു. 3 മുന്നണി സ്ഥാനാർത്ഥികളും അവസാന നിമിഷത്തിലും വോട്ടർമാരെ കാണാനായി ബൂത്തുകളിലെത്തി. NDA സ്ഥാനാർത്ഥി തന്റെ സമ്മതിദാനാവകാശം അവഹേളിച്ചെങ്കിലും ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനും UDF സ്ഥാനാർത്ഥി ശശി തരൂറും സ്വന്തം മണ്ഡലങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് ഇരുവരും മത്സരിക്കുന്ന മണ്ഡലത്തിലെ വോട്ടർമാരെ കാണാനായെത്തിയത്. ഇത്തവണ മണ്ഡലം ഇടതിന് തന്നെയെന്ന് പന്ന്യൻ രവീന്ദ്രൻ വീണ്ടും ഉറപ്പിച്ചു. ഇപ്പൊ രണ്ടുപേരും ഒരേ തരത്തിലാണ് വിമർശനം ഉന്നയിക്കുന്നത്. രണ്ടുപേരും ക്രോസ് വോട്ടിങ്ങിന്റെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? രണ്ടുപേരും പറഞ്ഞ ക്രോസ് വോട്ടിങ്ങാണ്. അതിൻ്റെ അർത്ഥം എന്താ? രണ്ടുപേർക്കും കാര്യം ബോധ്യമാണ്. അവർ രണ്ടുപേരും തുല്യ ദുഃഖിതരായി നിൽക്കുകയാണ്. ക്രോസ് വോട്ടിങ് പറഞ്ഞ് രക്ഷപ്പെടണം, ജയിക്കും എന്ന് അവർക്ക് രണ്ടുപേർക്കും ഒരു വിദൂര സ്വപ്നം പോലും ഉണ്ടാകാൻ ചാൻസില്ല. വോട്ട് ചെയ്യാനെത്തിയ വോട്ടർമാരിലും ഇടതുമുന്നണിയോടുള്ള വിശ്വാസം പ്രകടമായിരുന്നു. ഒന്നും നിങ്ങളുടെ മനസ്സിലിരിക്കുന്നത് എനിക്കറിയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ എൻ്റെ ഭാര്യ വോട്ട് ചെയ്തു, എനിക്കറിയാൻ പറ്റത്തില്ലല്ലോ ആർക്കാ ചെയ്തത്. അപ്പോൾ ഈ 15 വർഷക്കാലമായി ഇവിടെ ഒന്നും ചെയ്തില്ല എന്നുള്ളതും 3-3.5 വർഷം മാത്രം കേവലം കിട്ടിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് സ്ഥാനാർത്ഥി ചെയ്ത കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് വ്യക്തമായി അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഇപ്പോൾ ഒരു ഇന്ത്യൻ ഭരണത്തിലിരിക്കുന്ന ഒരാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും മൈനോറിറ്റീസ് എപ്പോഴും വോട്ട് ചെയ്യുന്നത്. ഞാനും അത് തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ മൈനോറിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അപ്പം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് എഗെയിൻസ്റ്റ് ആണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മൾ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ വോട്ട് ചെയ്യത്തുള്ളൂ. കുറച്ചു സമയം വോട്ടർമാരുടെ ഒഴുക്കിൽ കുറവുണ്ടായെങ്കിലും വൈകുന്നേരത്തോടെ എല്ലാ ബൂത്തുകളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. തീരദേശ മേഖലയിൽ നീണ്ട ക്യൂ ആയതിനാൽ കുറച്ചധിക സമയം വോട്ട് ചെയ്യാനെത്തിയവർക്ക് അനുവദിച്ചത് വോട്ടർമാർക്ക് ആശ്വാസമായി. മുന്നണികളുടെ കലാശക്കൊട്ടിന്റെ അതേ ആവേശം വോട്ടെടുപ്പിലും പ്രകടമായിരുന്നു. ഭൂരിപക്ഷം ബൂത്തുകളിലും അണമുറിയാത്ത തിരക്കായിരുന്നു. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ ആര് വാഴും ആര് വീഴും ഇനി കാത്തിരുന്ന് കാണാം. അജിത് കുമാറിനൊപ്പം മാനസ മനോജ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.